തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന 5 വെടിമരുന്ന് പുരകളിലുണ്ടായ വലിയ സ്ഫോടനത്തിൽ 13 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മൃതദേഹങ്ങളും 3 പേരുടെ ശരീരാവശിഷ്ടങ്ങളും ലഭിച്ചുവെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 12 പേരിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവർക്ക് 70% പൊള്ളലേറ്റിട്ടുണ്ട്. ഉച്ചയ്ക്ക് 3:30-ക്കാണ് ആദ്യ സ്ഫോടനമുണ്ടാകുന്നത്. പിന്നീട് 2 മണിക്കൂറോളം തുടർച്ചയായിട്ടുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും തീ പടരുകയും ചെയ്തു. വൈകിട്ട് 6 മണിയോടുകൂടി തീ അണച്ചു എങ്കിൽ പോലും ആ സ്ഥലത്ത് നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നുണ്ട്. ഇപ്പോൾ പൊട്ടാതെ കിടക്കുന്ന വെടിമരുന്ന് സാമഗ്രികളും വലിയ തോതിൽ ഭീഷണി ഉയർത്തുന്നു. തിരുവമ്പാടി ദേവസ്വം ബോർഡിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന മുണ്ടത്തിക്കോടാണ് ഈ സ്ഫോടനം നടന്നത്. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. ഹൃദയഭേദകമാണ് സാഹചര്യമെന്നായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. എന്നാലും വലിയ തോതിൽ നാടിനെ നടുക്കിയ ദൃശ്യങ്ങൾ, സംഭവങ്ങളാണ് തൃശ്ശൂരിൽ ഇന്നുണ്ടായത്. നമുക്ക് പ്രതികരണങ്ങൾ കേട്ട ശേഷം വിശദ വിവരങ്ങൾ തത്സമയം തൃശ്ശൂരിൽ നിന്നും എടുക്കാം. ഫയർ ഓഡിറ്റ് എല്ലാം ചെയ്ത ശേഷം മാത്രം മനസ്സിലാവും അതിൻ്റെ കാരണമെന്ന്. അതിൻ്റെ കൂടെ തന്നെ ഐ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം എടുത്ത ശേഷം മാത്രം ഡീറ്റെയിൽ എന്താണ് മനസ്സിലാവും. ഈ സ്ഥിതിയിൽ നമുക്ക് എങ്ങനെ സംഭവിച്ചോന്നും അത് കൃത്യം കണക്കില്ല. ഫയർ ഓഡിറ്റ് എല്ലാം ചെയ്ത ശേഷം മാത്രം മനസ്സിലാവും അതിൻ്റെ കാരണമെന്ന്. അതിൻ്റെ കൂടെ തന്നെ ഐ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം എടുത്ത ശേഷം മാത്രം ഡീറ്റെയിൽ എന്താണ് മനസ്സിലാവും. ഈ സ്ഥിതിയിൽ നമുക്ക് എങ്ങനെ സംഭവിച്ചോന്നും അത് കൃത്യം കണക്കില്ല. ആ വലിയ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരാളുടെ പ്രതികരണം അത് വളരെ ശ്രദ്ധേയമായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു സ്ഫോടനമുണ്ടായത് എന്നും വളരെ പെട്ടെന്നുണ്ടായ സ്ഫോടനത്തിൽ വളരെ സാഹസികമായിട്ടാണ് രക്ഷപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ആ പ്രതികരണം കൂടി കേൾക്കാം. 2-3 ഷെഡ് അത് 3 അപ്പുറത്ത് വേറെ ഉണ്ടോ? പിന്നെ ഒരു ഷെഡ് ആ പാടത്തിന്റെ അറ്റത്ത് ഉണ്ട്. അത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതിൽ കുറച്ച് മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്, അതൊക്കെ അറിയില്ല. 2:40 ഉള്ളില് പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തീ കത്തിയിട്ടുണ്ടാവും. ചൂടേ കാരണം ഞാൻ തിരി എടുത്തിടുക. ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി എൻ്റെ നമുക്ക് ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലായി ചലിച്ചു. ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നർവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നർവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളെടുത്തേക്ക് വന്നെ എടുത്തു ഓടി. മലയാളികളല്ലാതെ ഇല്ലില്ല, ഒക്കെ നമ്മൾ മലയാളികളാണ്. വേറെ പുറമെന്ന് അങ്ങനെയൊന്നുമില്ല. ഏറ്റവും വലിയ ഒരു വിഷമം എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കെമിക്കലും മറ്റേ നിയമത്തിന് വിരുദ്ധമായിട്ടില്ല. അത് 99% ഈ തീ പോലുള്ള വേലി ചൂടായിട്ട് ഈ തിരി അല്ലെങ്കിൽ കടിമരുന്ന് തീ ഓൾറെഡി വെയിറ്റില്ലല്ലോ. തൃശ്ശൂർ പൂരത്തിനുള്ള എല്ലാ സാമഗ്രികളും ആ സാധനങ്ങളാണ് എല്ലാം. സാമ്പിളിന് എല്ലാ സാധനങ്ങളും പൊതിഞ്ഞ് യാതൊരു കുഴപ്പമില്ല. ഇനി നാളെ വൈകുന്നേരം ആകുമ്പോൾ സാമ്പിളിൻ്റെ ലോഡ് ചെയ്യുക. ഒരു വെപ്പറോളം അതിലേക്കുള്ള സാമഗ്രികളെല്ലാം ഇപ്പോൾ എല്ലാ കാര്യവും ഒരു വെപ്പറോളല്ലാതെ വളരെ ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞു. പക്ഷെ അതെല്ലാം ഇപ്പോൾ വെടിക്കെട്ടിൽ പോയി എന്നല്ലേ? എല്ലാം പോയി. ഇത് എന്താവും കാരണം തോന്നുന്നത്? കാരണം 99% ഈ കളത്തിൽ തിരിയാണ് ഞാൻ നിൽക്കുന്നിടത്ത് കത്തിയത്. ഒന്നിങ്ങനെ ചൂടിന് ലെൻസ് പോലെ ഇതുമ്പോൾ ചെന്ന് അടിച്ചിട്ടാവണം. കാരണം ഈ കടിമരുന്ന് കാരണം ഇത് വെയിലത്ത് കിടന്ന് ഉണങ്ങണം. അതെന്താ ഓൾറെഡി ചെയ്യണം. അപ്പം ഞാൻ നിൽക്കുന്നിടത്ത് ഈ പെട്ടെന്നൊരു തീ പോലെ വന്ന് അടിച്ചതിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. അത്ര മാത്രം അറിയുള്ളൂ. കാരണം എൻ്റെ ഈ കളത്തിൽ കിടക്കുന്നിടത്ത് തിരി മാത്രമല്ല, തിരി കത്തിരി. അതിപ്പോൾ എത്ര ചൂടായാലും ഏത് വേനൽക്കാലത്ത് തിരി വെയിലത്ത് കിടന്ന് ഉണങ്ങണം. പക്ഷെ ആദ്യം വന്നത് എൻ്റെ അടുത്ത് ആ കളത്തിൽ എൻ്റെ അടുത്ത് തിരി കത്തി. 2-3
പരിക്കേറ്റവരുടെ ആരോഗ്യ വിവരങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പ്രതികരണം നൽകിയിരുന്നു. തൊട്ടുമുമ്പ് അതിലേക്ക് അതിലൊരു 5 പേര് സീരിയസ് ആണ്, ഒരാൾ വെന്റിലേറ്ററിലാണ്. ഡ്രോൺ പരിശോധന, റോബോട്ടിക് പരിശോധനയൊക്കെ ഇന്ന് നടക്കാൻ സാധ്യത. ഡ്രോൺ പരിശോധന ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. ഈ 5 പേരും ഈ ബേൺ ഐസിയുലാണോ? അതെ. ഈ ലൈസൻസി ആയിട്ടുള്ള വ്യക്തി ഒരു സ്വകാര്യ ആശുപത്രിയിലാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അത് ഞാനൊന്ന് പരിശോധിച്ചിട്ട് പറയാം. എല്ലാവരും ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ, തൊഴിലാളികളെല്ലാം? അതിന്റെ കാറ്റഗറി തിരിച്ചിട്ടുള്ള കണക്ക് നമ്മൾ എടുത്തിട്ടില്ല. എല്ലാവരും ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ, അതോ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള? അതെല്ലാം നമുക്കിനി ആളുകളെ തിരിച്ചറിഞ്ഞ് റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് മാത്രമാണ് ഫർദർ ഡീറ്റെയിൽസ്. 7 പേരാണ് നമുക്ക്. ബാക്കിയുള്ള 5 അവശിഷ്ടങ്ങൾ കിട്ടി. അത് എത്ര എണ്ണമാണെന്നുള്ളത് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. DNA സാമ്പിളിംഗ് അടക്കമുള്ളത് ചെയ്തിട്ട് വേണം നമുക്ക് ആളുകളെ തിരിച്ചറിയാനായിട്ട്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്തു തീർക്കും. നമ്മൾ മാക്സിമം അതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ. തിരിച്ചറിയാൻ സാധിക്കും. അതിന്റെ എണ്ണം നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. ബന്ധുക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.